അപ്പോൾ ആക്ച്വലി മെയിനായിട്ട് ഏതൊക്കെ ഫോമുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ശരിക്കും? മെയിനായിട്ട് വരുന്നത് കമ്പനികളിൽ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആനുവൽ ഫയലിങ്സ് വരുന്നുണ്ട് കമ്പനികൾക്ക്. മെയിനായിട്ട് വരുന്നത് AOC4 എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യലാണ്. പിന്നെ MGT7 എന്ന് പറയുന്നത് ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണത്. പിന്നെ ഓഡിറ്റേഴ്സിന് അപ്പോയിന്റ് ചെയ്യണ ADT1. പിന്നെ നിലവിൽ കമ്പനി പ്രവർത്തനങ്ങളൊന്നും നടക്കണില്ലെങ്കിൽ നമുക്കൊരു ഡോർമെന്റ് സ്റ്റാറ്റസിക്ക് മാറാൻ പറ്റും. ആ ഒരു ഫോമാണ് MSC1 എന്ന് പറയുന്നത്. പിന്നെ കമ്പനി തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് കമ്പനീനെ ക്ലോസ് ചെയ്യാനായിട്ട് STK2 എന്ന ഫോം ഉണ്ട്. ആ ഫോമുകൾക്കൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഈ സ്കീം അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ മെയിൻലി നമ്മൾ ഇത്തരം സ്കീമുകൾക്കൊക്കെയാണ്, ഇത്രയും ഫോമുകൾക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എന്നർത്ഥം. എനിക്ക് തോന്നുന്നു വേറെയും കുറെ നമുക്ക് സാധാരണ ഒരു സ്മോൾ കമ്പനി ലെവലിൽ ഈ ഫോമുകളാണ് വരുന്നത് തോന്നുന്നു അല്ലേ? ബാക്കിയുള്ളതൊക്കെ വേറെ കുറച്ച് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോംസുകൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ജനറലി നമ്മളൊരു സാധാരണ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഫോമുകൾക്ക് ഇത് അപ്ലിക്കബിൾ ആണ്.